ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോറി ഗൈസ്, കുറേ ദിവസം കൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള എമർജൻസീസ് ഒക്കെ വന്നതുകൊണ്ടാണ്. ഇനി തൊട്ട് നമുക്ക് മാക്സിമം വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണും നമ്മുടെ ഹീറോയിനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഒരു കോംപ്രമൈസ് ആയിട്ടുണ്ടായിരിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ ചേച്ചിയാണെങ്കിൽ അമ്മേനും പപ്പിനെയും കാണാൻ പോകാൻ വേണ്ടി നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവളാണെങ്കിലും ഞാൻ വന്നിട്ട് എന്തിനാണ് നിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, എനിക്കതിന് പറ്റത്തില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പോൾ ചേച്ചിയാണെങ്കിലും നീ എത്ര നാളായിട്ട് അവരുടെ കോൾ പോലും അറ്റൻഡ് ചെയ്യാത്തത്, ഞാൻ എന്നൊരു പരിഹാരം കണ്ടേ പറ്റൂ, ഒന്നുകിൽ നീ പറ നീയാണ് അവരുടെ മോൾ ഇപ്പം ഇങ്ങനെ ഒരു പയ്യനായിട്ട് മാറി എന്നുള്ളത്, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് റെഡിയാവാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവൾ റെഡിയായി ചേച്ചിയുടെ കൂടെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും പപ്പയും കാണാൻ വന്നിട്ടുണ്ടായിരിക്കും. ആ വീടാണെങ്കിലോ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ബാൻഡൊക്കെ വെച്ച് ഭയങ്കര ഡെക്കറേറ്റഡ് ഉണ്ടായിരിക്കും. പോരാത്തതിന് ഇതുവരെ അടയ്ക്കാത്ത അവരുടെ ആ ഒരു സലൂൺ ആണെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും കട ക്ലോസ് ചെയ്തെന്നുള്ള കാര്യം. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും സ്വന്തം അമ്മയും പപ്പയും ഇങ്ങനെയുള്ള രീതിയിൽ പെരുമാറുന്നതെല്ലാം ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആണല്ലോ അത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഇതിൽ കുറച്ച് ഫുഡാണ് പാകം ചെയ്യാതെ, പിന്നെ ഇന്ന് കുറച്ച് ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും ഫുഡ് പാകം ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫോമലായിട്ട് സംസാരിക്കുന്ന നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്വന്തം പാരൻസ് മോനെ ഒരു പുറത്തുള്ള ഒരാളെ പോലെ കാണുന്ന പോലെയൊക്കെ നമ്മുടെ ഹീറോയിന് തോന്നും. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും അറിയാത്തപോലെ നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ അമ്മ പറയും, എൻ്റെ ഇളയ മോളും ഇങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും നിറച്ച് ഫുഡ് കഴിക്കും, പക്ഷെ ഇവരൊന്നും അത്രയും കഴിക്കാറൊന്നുമില്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് തോന്നും അയ്യോ ഇനി കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ അവരാണെങ്കിൽ ഇളയ മോളെ പറ്റിയായിരിക്കും പിന്നീട് അങ്ങോട്ട് സംസാരിക്കുന്നത്. ആ സമയം നമ്മുടെ ചേച്ചിയാണെങ്കിലും ഇടപെടുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും വെള്ളമടിച്ച് പാമ്പായിട്ട് അമ്മയുടെ നടിയൊക്കെ മേടിച്ച് പിണങ്ങിയിരിക്കുകയല്ലേ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്മ സോറി എന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മയാണെങ്കിൽ ഏഴേല് തടുക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അവിടേക്ക് അവൻ്റെ പപ്പ വരുന്നുണ്ട്. പപ്പ വരുമ്പോൾ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ അമ്മയെ സോപ്പിടാൻ വേണ്ടി നോക്കും. അപ്പോൾ അമ്മയാണെങ്കിലും ദേഷ്യം വന്നിട്ട് അടി അവന് കൊടുക്കേണ്ട അടി പപ്പയ്ക്കായിരിക്കും കിട്ടുക. ഉടനെ അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റ ഓട്ടോടും. അപ്പം അമ്മയാണെങ്കിലും സോറി ഞാൻ അറിയാതെ അവരോട് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിലും പപ്പയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ശരിക്കും ബോയ് ഫ്രണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ പപ്പ ചോദിക്കുമ്പോൾ അവന് ഹൈറ്റ് പറയുന്നുണ്ട്. ഓ നീ നല്ല ഹാൻസം ആണ്, നീ ഭയങ്കര സുന്ദരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപ്പയും അവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയമാണെങ്കിൽ അവളുടെ അമ്മ അവിടെ ഒരു കപ്പ് എടുക്കാൻ വേണ്ടി മുകളിൽ കയറും. എൻ്റെ ഇളയ മോള് മേടിച്ചു തന്ന കപ്പാണ്, നല്ല കപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കയറുന്നത്. ആ സമയം ചെറുതായിട്ടൊന്ന് സ്കിപ്പാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്മ സൂക്ഷിച്ചൊക്കെ കയറണ്ടേ, എന്തായി കാണിക്കുന്നത്, എനിക്ക് നിങ്ങളെക്കാളും വലുതായ കപ്പൊന്നും അല്ല എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ എല്ലാവർക്കും മനസ്സിലാവും ഇത് മോളാണെന്നുള്ള കാര്യം. അതിനുശേഷം സംസാരിക്കുമ്പം അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. ഞാൻ കാരണമല്ലേ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത്, എൻ്റെ മകളായിട്ട് ജനിച്ചുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മുടെ മോളാണെങ്കിലും പറയും, ഇല്ല അന്ന് സാരമില്ല അമ്മ, ഫസ്റ്റ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഓക്കെ ആയി, ഇപ്പം ഞാൻ ഭയങ്കര സുന്ദരനായിട്ടുള്ളൊരു പയ്യനല്ലേ, പിന്നെ എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോർമലി പെൺകുട്ടി ആവും എന്നുള്ള കാര്യം, അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല അമ്മ എന്ന് പറയും. അമ്മയാണെങ്കിലും അവളെ സമാധാനിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ അമ്മയാണെങ്കിൽ ഈ ജോത്സ്യം പോലെ ഒരാളെ കാണാൻ പോകുന്നുണ്ട്. എന്തിനാ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്, ഇപ്പോൾ എൻ്റെ മകൾക്കും ആ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പം അയാൾ പറയും ഇത് നടക്കാനുള്ള കാര്യമേ, വിധിയെടുക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്ന്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോലിക്ക് വേണ്ടി നോക്കുകയായിരിക്കും. കാരണം ഇപ്പോൾ അവൾക്ക് പഠിക്കാനും പോകാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എന്തെങ്കിലും ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ജോലി കിട്ടണം. എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു വാലിഡ് ID കാർഡ് വേണം. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു പയ്യനായതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ID കാർഡൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ഹീറോയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് മറ്റേ കഫേയുടെ ഓണറില്ലേ, അവളാണെങ്കിൽ ഒരിടത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ആരെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ട ആ മുടി വളർത്തിയ ആളെ തന്നെ. അയ്യോ സോറി ഞാൻ കുറച്ച് എമർജൻസി ആയിപ്പോയി എന്ന് പറയും. എന്നിട്ട് പറയും ഇല്ല സോറി ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണെന്ന്. നമ്മളുടെ ആ ഒരു ഓണറിനാണെങ്കിലും ഇവനെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളൊരു ഗിഫ്റ്റ് കൊടുക്കും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു വാച്ചായിരിക്കും. കാര്യം വാച്ച് നീ എപ്പോഴും എന്നെ ലേറ്റ് അയക്കുന്നു, അതുകൊണ്ട് നിനക്ക് വാച്ചാണ് പണിഷ്മെൻ്റ് ആയിട്ട് ഗിഫ്റ്റ് തരുന്നതെന്ന് പറയും.
നമ്മുടെ ഹീറോയും ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോയിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോയിനെയും അവൻ്റെ ഫ്രണ്ടിനെയും അവൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയം ഫ്രണ്ട് ചോദിക്കും, നീ എന്തിനാ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചത്? നിനക്ക് അവൻ ഫ്രണ്ട് വീട്ടിൽ വരുന്നത് ഓക്കെ ആണോ ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിനും പറയും, എന്താ കുഴപ്പം, അവൻ എന്നെ ഒത്തിരി പ്രാവശ്യം ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പം നമ്മുടെ ഫ്രണ്ട് ചോദിക്കും, അതൊക്കെ പോട്ടെ, നിന്റെ വീട്ടിൽ അവൻ വരുന്നത് പ്രശ്നമൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് ആൾക്കണത് ഇപ്പോൾ ലേഡി താമസിക്കുന്ന റൂമായിട്ടല്ലേ അവളുടെ വീടിരിക്കുന്നത്. അയ്യോ എത്രയും പെട്ടെന്ന് അത് പോയി ശരിയാക്കണം എന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പായി പറഞ്ഞിറങ്ങി ഒരു ക്ലിപ്പൊക്കെ തലയിൽ വെച്ച് ഒരു വീട് എങ്ങനെയാണ് ഒരു പയ്യൻ നിന്ന് ഉണ്ടാവുക അതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റി പുതിയ ഫോട്ടോസൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഹീറോയും ഫ്രണ്ടും വരുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടെന്ന് ഓടി ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നെ ഒരുപാട് ഞാൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും നമ്മുടെ ഹീറോയ്ക്ക് തീരെ പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിൻ്റെ തലയിൽ നോക്കുമ്പോൾ ആ ക്ലിപ്പ് കണ്ടിട്ട് നീ എന്തിനാ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അതിനെ പതുക്കെ ഊരി മാറ്റുന്നുണ്ട്. അതിനുശേഷം അവർ റൂമിൽ കയറുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതെന്താ ഈ നാറ്റമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പല പെർഫ്യൂമുണ്ട്, ഈ ബ്രാൻഡിൻ്റെ പെർഫ്യൂം മെൻസിൻ്റെ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അത് നമ്മുടെ ഹീറോ ആണെങ്കിലും എല്ലായിടവും നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ റൂമൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അവളെ ആയിരിക്കും ഓർമ്മ വരിക. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻ്റൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓർത്തവ അങ്ങനെ ഒരുമാതിരി ഇരിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോയി തുറക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും. അവളെ കണ്ട് ഹീറോയിൻ ആണെങ്കിലും ഓടിപ്പോയി അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് ബ്ലഷ് ആവും. എങ്ങനെ ഇരുന്നാലും ഫ്രണ്ട് ആണെങ്കിലും ഇപ്പോൾ ഒരു പയ്യൻ്റെ ബോഡിയിലല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് നീ വന്നത് എന്തായാലും നന്നായി, ഞാൻ ഇത്ര നേരം സഫർ ചെയ്യായിരുന്നു എന്ന് പറയും. എൻ്റെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഗേൾ ഫ്രണ്ടോ, രണ്ടുപേരും ഷോക്കാവും. അതെങ്ങനെ ഗേൾ ഫ്രണ്ട് ആവും? ഇത് ഗേള് എൻ്റെ ഫ്രണ്ട്, അതുകൊണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഹീറോയിനെ വർണ്ണിച്ചുകൊണ്ടായിരിക്കും. അതായത് ഹീറോയിൻ ഇപ്പോൾ ഒരു പയ്യനാണെങ്കിലും അവനെ ഭയങ്കര ഇഷ്ടമായ പോലെയായിരിക്കും സംസാരിക്കുക. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു സോസിനെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്തോട്ട് ആവുന്നുണ്ട്. ശരി ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഹീറോയിൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് നമ്മളുടെ ഫ്രണ്ടും പോകുന്നുണ്ട്. അവൾ പോയിട്ട് നമ്മുടെ ഹീറോയിൻ ഡ്രസ്സിലാണ് നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ബ്ലഷ് അടിച്ചങ്ങ് നിൽക്കും. നീ എന്താ ഇങ്ങോട്ട് വന്ന്, എന്താ കാര്യം ചോദിക്കും. അവളാണെങ്കിൽ ഷർട്ടില്ലാത്ത കണ്ട് അവനെ കണ്ടിട്ടും പറയും, ഞാൻ ടോയ്ലറ്റ് പേപ്പർ തീർന്നു അതുകൊണ്ടാണെന്ന്. ശരി നീ നിൽക്കും, ഞാൻ എടുത്തു തരാമെന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ കിളി പോയി നിൽക്കുന്നത് കാണുമ്പോൾ നിനക്ക് എന്താ പറ്റി, നിനക്ക് അവളെന്താ ഇത്രയും ചോന്നിരിക്കുന്നതെന്ന് ചോദിച്ച് അവളുടെ മുഖത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം ബൾബ് കത്തുന്ന പോലെ അവൾ വീണ്ടും ബ്ലഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരും. ഹീറോ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഇവരിങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയെ കണ്ട ഹീറോയിനാണെങ്കിൽ കുടുകുടുന്ന് ഓടിപ്പോകുന്നുണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അതിപ്പോൾ ശരിക്കും ഹീറോയിന് ആ ഒരു ഫീൽ ഉണ്ടാവില്ല ഹീറോയുടെ അടുത്ത്. തിരിച്ചിവർ മൂന്നുപേരും ഹീറോയുടെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റിയ, താഴെ പോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രേതം പിടിച്ചോ, എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കും. ശരി ഒന്നുമില്ല എന്ന് പറയും. ശരി ഓക്കെ നമുക്ക് പോവാം, രാത്രി ആയില്ലേ, ഞാൻ വണ്ടി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോ പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല വേണ്ട, അവളിന്ന് ഇവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ രണ്ടുപേർക്കും ഷോക്കും, ഹീറോയ്ക്കും ഹീറോയുടെ ഫ്രണ്ടിന്. ആ പെൺകുട്ടി എന്തിനാണ് ഇവിടെ നിൽക്കുന്നതിന്. എന്നിട്ട് അവൾ തന്നെ വിചാരിക്കും, ഫ്രണ്ട്സ് അല്ലേ, നിൽക്കുന്നതിന് കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിൽ എങ്ങനെ ഒരു പയ്യനും പെൺകുട്ടിയുടെ നിൽക്കും, ഹീറോയിനാണ് എന്നുണ്ടെങ്കിലും ഇപ്പം അവനൊരു രൂപത്തിലൊരു പയ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് ഡേർട്ടി മൈൻഡായിട്ടൊക്കെ ചിന്തിക്കും. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഹീറോയും ഫ്രണ്ടും കൂടെ ഉറങ്ങാൻ കിടക്കാൻ പോയിരിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ മുകളിൽ കിടക്കുന്നു, നീ താഴെ കിടക്കുന്നു പറഞ്ഞിട്ട് കയറി ചാടി കിടക്കുന്നുണ്ട് ബെഡിലോട്ട്. അപ്പം ഇത്രയും നാൾ നമ്മൾ ഒന്നിച്ചല്ലേ കിടന്നെന്ന് പറയും. അവളാണെങ്കിൽ ഉറങ്ങിയതുപോലെ കൂർക്കം വലിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര നോട്ടിയായിട്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് നീ ഉറങ്ങുവാണോ, നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണടയൊക്കെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വീണ്ടും ബ്ലഷ് അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും താഴെ വന്ന് കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരു തൂണയിലും ചാരി നിന്നുകൊണ്ട് എനിക്ക് മാത്രം ഒരു പയ്യനെ സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴേക്കും ആ മുടിയുള്ള ആളാണെങ്കിൽ വരുന്നുണ്ട്. എൻ്റെ സിഗരറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേച്ചി ചോദിക്കും. ചേച്ചിയാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പയ്യനാണെങ്കിൽ നീയോ, നീ എന്താ എവിടെയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ശരി നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പാർട്ടിക്ക് വന്നതാണെന്ന് പറയും. നിനക്ക് എന്താ പറ്റിയെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന്. ശരി ഓക്കെ ബായ് ഒക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പിരിയുന്നുണ്ട്. വീട്ടിൽ വന്നത്
നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടായിരിക്കും. സ്കൂൾ ക്രഷിനെ ഇപ്പം കണ്ടിട്ട് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. പോരാത്തതിന് ഒരു ഫോൺ നമ്പർ പോലും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ നമ്മുടെ ചേച്ചി ഭയങ്കരമായിട്ട് കളിയാക്കും. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ആണെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയ്ക്ക് ഒരു പ്രോജക്റ്റ് സബ്മിഷൻ ഉണ്ടായിരിക്കും. അവൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയം അവിടെ ഫോറിനേഴ്സൊക്കെ വരും. ഇവരതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയുള്ള ഫുഡും കൊണ്ടുവരുന്നുണ്ട് അവിടേക്ക്. ആ സമയം നമ്മുടെ പ്രോജക്റ്റ് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിൽ ഹീറോയും ആ ഒരു പെൺകുട്ടിയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടവും. അപ്പം നമ്മളുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ കയ്യിരിക്കുന്ന ലഞ്ച് ബാഗ് ബാക്കിലോട്ട് മറിച്ച് വയ്ക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കാണുന്നുണ്ട്. നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ ഇല്ല ചുമ്മാ നിന്റെ പ്രോജക്റ്റ് എന്തായെന്ന് അറിയാൻ വന്നതാണെന്നല്ലേ. ശരിയൊക്കെ നിങ്ങൾ കഴിച്ചോ, ഞാൻ പോകുന്നെന്ന് പറഞ്ഞു പോകും. അവനാണെങ്കിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു ഇത് അവൾ കാണുന്നുണ്ട്. നീ ഒന്ന് എന്താ നിന്റെ കയ്യിലെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. ഓ, നീ എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നതാണോ? എനിക്ക് എന്തായാലും സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അത് കഴിക്കാൻ തുടങ്ങും. നീ ഇപ്പം തന്നെ ഓൾറെഡി കഴിച്ചു, ഇനി ഇത് കഴിക്കേണ്ട, നിനക്ക് വയ്യാതാവുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഫുഡുകളാണ്, അതെനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അവിടെ പ്രോജക്റ്റിൻ്റെ ആ ഒരു ഡിസ്കഷനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പ്രോജക്റ്റ് ആണെങ്കിൽ ഫൈനലായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി വെച്ചിരിക്കും. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഹീറോയും ആ ജൂനിയർ പെൺകുട്ടിയും എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരും. നിങ്ങൾ എവിടെയാണ്, പാർട്ടിയിലാണെന്നൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ആരും കേൾക്കുന്നുണ്ടായിരിക്കത്തില്ല. അടുത്ത് നമ്മൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നമ്മുടെ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരിക്കും. പേടിച്ച് വേണ്ടി നമ്മുടെ ഹീറോയിനോട് പറയും. എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവിടേക്ക് നമ്മളുടെ അമ്മയും വരുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇനി നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് നീ എപ്പോൾ അവൻ്റെ കൂടി അന്ന് തൊട്ടാണ് അവൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത്. നീ അന്നും എൻ്റെ മോനെ കുടിപ്പിച്ചു, എന്നും കുടിപ്പിച്ചു. അവൻ ഇങ്ങനെ വയ്യാതാക്കി ആശുപത്രിയിലേക്ക്, എല്ലാത്തിനും നീയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും. അപ്പോൾ നമ്മുടെ ജൂനിയർ പെൺകുട്ടി പറയും, ഇല്ല ഇയാൾ ഇപ്പോഴാണ് വന്നത്, അതിന് വയ്യാണ്ടായതാ, ഫുഡ് കഴിച്ച് ഡൈജഷൻ പ്രോബ്ലം ആണ്, അത് ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നീയാണോ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കും. അതെ ഞാനേ ഗേൾ ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഗേൾ ഫ്രണ്ട് ഒന്നും നീയൊന്നുമില്ല, അവൻ്റെ ഗേൾ ഫ്രണ്ട് വേറെ ആണെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ പക്ഷെ ഞാൻ ഗേൾ ഫ്രണ്ട് അല്ലായിരിക്കാം, പക്ഷെ ഭാവിയിൽ ഞാൻ ഗേൾ ഫ്രണ്ട് ആവും എന്ന് പറയും. അപ്പം അവൻ്റെ അമ്മയാണെങ്കിലും ശരി, നീ എന്തായാലും ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരണം, നിനക്ക് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നേഴ്സ് വരുന്നുണ്ട്. അവന് ഡൈജഷൻ പ്രോബ്ലം ആണ്, വേറൊന്നുമില്ല, ഈ ഗേൾ ഫ്രണ്ട് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് എല്ലാം കറക്റ്റായി വന്നത്. ഇതൊന്നും നമ്മുടെ ഹീറോയിനെ ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് പറയും അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇവളല്ല എന്ന് പറയും. പിന്നെ ആരാ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഞാനാണെന്ന് പറയും. എല്ലാവരും ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ കംപ്ലീറ്റ് ആവുകയാണ് ഫ്രണ്ട്സ്. അടുത്ത് ഞാൻ നടക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോസ് എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.